ഹലോ, ഇറ്റ് ഈസ് മീ മാളിയേക്കൽ. ഫുഡ് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് അരിമ്പ്ര മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മിനി ഊട്ടിയിലോട്ടാണ് ഇന്നത്തെ യാത്ര. പോകാം അവിടുത്തെ വിശേഷങ്ങളിലേക്ക്. ഇങ്ങോട്ടെത്താൻ നിരവധി വഴികളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടവും അല്പം റോഡ് നല്ലതും ഈ വഴിയാണ്. തോട്ടശ്ശേരിയറ വഴിയോ അച്ചനമ്പലം വഴിയോ ചെരിപ്പടിമല വന്നിട്ട് അവിടുത്തെ കാറ്റും പ്രകൃതിയും ആസ്വദിച്ചതിനു ശേഷം നേരെ മിനിയൂട്ടിയിലോട്ട്. മിനിയൂട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ കോടമഞ്ഞും മനോഹരമായ കാഴ്ചകളും അഡ്വഞ്ചർ പാർക്കുകളുമാണ്. എന്നാൽ ഇതിനോട് കൂടെ തന്നെ നല്ലൊരു ഓഫ് റോഡ് യാത്രാ അനുഭവവും നമുക്ക് നൽകുന്നതാണ്. തികച്ചും യാത്രക്കാരൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും ക്ഷമയും പരീക്ഷിക്കുന്ന റോഡും കുയ്യും തിരിച്ചറിയാൻ പറ്റാത്തൊരിടം. പിന്നെ ഇവിടുത്തെ പാർക്കുകളുടെ സ്റ്റാഫുകൾ റോഡ് സൈഡിൽ നിന്ന് അവരുടെ പാർക്കിൻ്റെ ഗാംഭീര്യത നമുക്ക് വിവരിച്ചു തരികയും ചെയ്യുന്നുണ്ടാവും. ഒരു വശത്ത് തകർന്നു കിടക്കുന്ന റോഡുകളാണെങ്കിലും മറ്റൊരു വശത്ത് പ്രകൃതി അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിങ്ങൾ മിനി ഊട്ടിയിലോട്ട് വരുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു ഇടമാണ് ഈ റോക്ക് ഗാർഡൻ. ഈ പാർക്കിൻ്റെ കവാടം തന്നെ വളരെ ആകർഷകമായ പായ രാജസ്ഥാൻ കോട്ടകളുടെ മാതൃകയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പ്രകൃതിദത്തമായ പാറക്കെട്ടുകളും പൂന്തോട്ടവും നടപ്പാതകളും ആണ് ഇവിടുത്തെ മെയിൻ ആകർഷണം. അടുത്ത യാത്ര മിസ്റ്റി ലാൻഡിലോട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വിശാലമായൊരു പേ പാർക്കിംഗ് സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ട്. മിനി ഊട്ടിയിലേക്കുള്ള തകർന്ന റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ദൃശ്യ വിസ്മയം തന്നെയാണ്. കാരണം മലമുകളിലെ തണുപ്പും പ്രകൃതി സൗന്ദര്യവും കൂടെ അവിടെ ഇവർ ഒരുക്കിയിട്ടുള്ള കിഡ്സ് പാർക്കും മറ്റ് എൻ്റർടൈൻമെൻറ്റ് വസ്തുക്കളും ചേരുമ്പോൾ അതൊരു മാസ്മരിക അനുഭൂതിയാണ്. ₹10 എൻട്രി പാസും എടുത്ത് നേരെ ഉള്ളിലോട്ട്. ഓരോ റൈഡിനും സെപ്പറേറ്റ് പാസുകൾ ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ കാണാനുള്ളതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അണ്ടർ വാട്ടർ അക്വേറിയം, ഹൊറർ ഹൗസ്, ഗ്ലാസ് ബ്രിഡ്ജ്, മിറർ മെയ്സ്, പെറ്റ്സ് പാർക്ക്, വാച്ച് ടവർ, കിഡ്സ് പാർക്ക്, ഫാമിലി റോക്ക് റൈഡർ, സിപ്പ് ലൈന്, ബമ്പർ കാറ്, 16D തിയേറ്റർ, ഫിഷ് സ്പാ. ഫാമിലിക്കും കപ്പിൾസിനും വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടം.
നിരവധി സിറ്റിംഗ് ഏരിയയും പ്രൈവസി ഏരിയകളും ഇവർ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജ് 2 ടൈപ്പാണുള്ളത്. ലെങ്ത് കൂടിയതും ലെങ്ത് കുറഞ്ഞതും. ലെങ്ത് കുറഞ്ഞതിന് 100 രൂപയും ലെങ്ത് കൂടിയതിന് 200 രൂപയുമാണ് ചാർജ് ഇവർ ഈടാക്കുന്നത്. കിഡ്സ് പാർക്കിലെ ഓരോ റൈഡിനും സെപ്പറേറ്റ് ഫീസ് ഈടാക്കുന്നതാണ്. അതിൻ്റെ റേറ്റും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജുകളിൽ ഒന്നാണ് ഇത്. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ തന്നെ താഴെ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും മലനിരകളും കോടമഞ്ഞും സഞ്ചാരികൾക്ക് ഒരു നല്ല അനുഭവമാണ് നൽകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ പോയിന്റിൽ വന്ന് നോക്കുമ്പോൾ തന്നെ മലപ്പുറം ജില്ലയുടെ ഭംഗി നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റുന്നതുമാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം കാരണം പലരും വഴിയിൽ വന്ന് തിരിച്ചു പോകുന്ന സിറ്റുവേഷനും ഉണ്ടാവുന്നുണ്ട്. ഫോട്ടോസും റീൽസും എടുക്കുവാനും പറ്റിയ നിരവധി ഫ്രെയിമുകളും ഇവർ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മലകൾ ഉള്ളത് കൊണ്ടാണോ മലപ്പുറത്തിന് മലപ്പുറം എന്ന് പറയുന്നത് എന്ന് എൻ്റെ ഒരു സംശയം.
മിസ്റ്റി ലാൻഡ് പാർക്കിലെ ഏറ്റവും ആകർഷകമായ മറ്റൊരു ഇടമാണ് ഇവിടുത്തെ പെറ്റ്സ് പാർക്ക്. സാധാരണ കാഴ്ചകൾക്കപ്പുറം ഇവിടുത്തെ ഈ തത്തകളെ അടുത്ത് ഇടപഴകുവാനും അതിനെ ഫീഡ് ചെയ്യുവാനും കൂടെ സെൽഫി എടുക്കുവാനും വീഡിയോ എടുക്കുവാനുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പാമ്പിനെ തൊടാനും തോളിലിടുവാനുമുള്ള അവസരവും ഉണ്ട്. പിന്നെ ഈ ഫിഷുകൾക്ക് സന്ദർശകരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഫീഡ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇത് കുട്ടികൾക്കും മറ്റും കൗതുകപരമായ ഒരു കാഴ്ച കൂടി ആയിരിക്കും. ഒട്ടകപ്പക്ഷിയും അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടകവും നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ തത്തയോടൊപ്പം നമുക്ക് സെൽഫി എടുക്കുവാനും വീഡിയോ എടുക്കുവാനും സാധിക്കും. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.